ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് തിരുവിതാംകൂർ പാർട്ട് 2 ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ചും കാർത്തിക തിരുനാൾ രാമവർമ്മനെക്കുറിച്ചും പഠിച്ചിരുന്നു. ഇന്ന് പഠിക്കാൻ പോകുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയെക്കുറിച്ചാണ്. അദ്ദേഹം 1798 മുതൽ 1810 വരെ ഭരിച്ചു. ഏറ്റവും അശക്തനും അപ്രാപ്തനുമായ തിരുവിതാംകൂർ ഭരണാധികാരിയായാണ് അദ്ദേഹം അറിയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരായിരുന്ന ജയന്തൻ ശങ്കരൻ നമ്പൂതിരിയും ശങ്കരനാരായണ ഷെട്ടിയും അവരുടെ ഉപദേശകരായ മാത്തു താരകനും കൂടി ഈ അവസരം നന്നായി ഉപയോഗിച്ച് തിരുവിതാംകൂറിൽ എത്ര ഊറ്റാൻ പറ്റുമോ അത്രയും ഊറ്റി തിരുവിതാംകൂറിനെ കടത്തിലേക്ക് നയിച്ചു. ഈ കടം മറികടക്കാൻ വേണ്ടി അവർ പ്രമുഖരായ ആൾക്കാരുടെ കയ്യിൽ നിന്നും നിർബന്ധിത സംഭാവന അല്ലെങ്കിൽ നിർബന്ധിത പിരിവുകൾ നടത്തി. ഇതിന് തലക്കുളത്തെ കാര്യക്കാരനായിരുന്ന വേലുത്തമ്പി എതിർത്തു. അങ്ങനെ ഒരു ജനപ്രക്ഷോഭം രൂപപ്പെടുകയും രാജാവായിരുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ ജയന്തൻ ശങ്കരൻ നമ്പൂതിരിയെയും ശങ്കരനാരായണ ഷെട്ടിയെയും മാത്തുതരകനെയും സ്ഥാനഭ്രംശരാക്കുകയും ചെയ്തു. അങ്ങനെ വേലുത്തമ്പി ദളവ മുളകുമടിശ്ശേരിയുടെ കാര്യക്കാരനായി. അങ്ങനെ 1802 അദ്ദേഹം ദളവിയായി മാറുകയും ചെയ്തു. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം പിന്നീട് ദളവിയായ വ്യക്തിയാണ് ഉണ്ണിത്തമ്പി ദളവ. ഉണ്ണിത്തമ്പി ദളവയല്ല, ഉമ്മിണിത്തമ്പി ദളവയാണ്. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ തമ്പിയാണ്. കൽക്കുളത്തായിരുന്നു അദ്ദേഹം ജനിച്ചത്. 1802 ദിവാനായത്. 1804 തിരുവിതാംകൂറിൻ്റെ ഭരണച്ചെലവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം പട്ടാളക്കാരുടെ, അതായത് തിരുവിതാംകൂറിൻ്റെ പട്ടാളം അറിയപ്പെട്ടിരുന്നത് നായർ ബ്രിഗേഡ് എന്നാണ്. ആ നായർ ബ്രിഗേഡിൻ്റെ അലവൻസുകൾ വെട്ടിച്ചുരുക്കി ഇതിനെതിരെ ഒരു ലഹള നടന്നിരുന്നു. ആ ലഹളയാണ് 1804 തിരുവിതാംകൂർ പട്ടാള ലഹള. അപ്പോൾ എന്താ പറഞ്ഞത്? 1804 തിരുവിതാംകൂറിൻ്റെ ഭരണച്ചെലവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വേലുത്തമ്പി ദളവ പട്ടാളക്കാരുടെ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറച്ചു. ഇതിനെതിരെ നടന്ന ലഹളയാണ് 1804 തിരുവിതാംകൂർ പട്ടാള ലഹള. അതിനുശേഷം 1805 ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു. തിരുവിതാംകൂറും ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. അതുപ്രകാരം തിരുവിതാംകൂർ ബ്രിട്ടീഷ് കമ്പനിയുടെ ഒരു സാമന്ത രാജ്യമായി മാറി. അതുപോലെ കമ്പനിക്ക് കൊടുക്കേണ്ട കപ്പം ഉയർത്തുകയും ചെയ്തു. ദളവയുടെ ചില ഉത്തരവുകൾ റെസിഡന്റ് മെക്കാളെ തടഞ്ഞു. ഇത് വേലുത്തമ്പിയും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള സംഘർഷത്തിന് കാരണമായി. ഇതില്ലാതെ കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛന് ഇംഗ്ലീഷുകാരുമായി നീരസമുണ്ടായിരുന്നു. അപ്പോൾ പാലിയത്തച്ഛനുമായി ചേർന്ന് വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു കലാപത്തിനൊരുങ്ങി. കൊല്ലം ജില്ലയിലെ കുണ്ടറയിലെ എളമ്പന്നൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കുണ്ടറ വിളംബരം നടത്തിയത്. അതിൽ ജനങ്ങളോട് വിദേശ ശക്തികൾക്കെതിരായി സമരത്തിൽ അണിനിരക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. 1809 ജനുവരി 11 ഈ ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയത്. ഇതിനുശേഷം നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം. അതിൽ ദളവയുടെ സേന പരാജിതരായി. അപ്പോൾ പറഞ്ഞത് എന്താണ്? 1805 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂറും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. അതുപ്രകാരം കമ്പനിക്ക് കൊടുക്കേണ്ട കപ്പം ഉയർത്തിയിരുന്നു. തിരുവിതാംകൂർ ബ്രിട്ടീഷിൻ്റെ ഒരു സാമന്ത രാജ്യമായി മാറുകയും ചെയ്തു. അതില്ലാതെ റെസിഡന്റ് മെക്കാളെ ദളവയുടെ പല ഉത്തരവുകളെയും റദ്ദു ചെയ്തു. ഇത് വേലുത്തമ്പിയും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള സംഘർഷത്തിന് കാരണമായി. പിന്നെ കൊച്ചിയിൽ പാലിയത്തച്ഛൻ ഓൾറെഡി ഇംഗ്ലീഷുകാരുമായിട്ട് ഒരു നീരസമുണ്ടായിരുന്നു. അപ്പോൾ പാലിയത്തച്ഛനുമായി ചേർന്ന് വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു കലാപത്തിനൊരുങ്ങി. 1809 ജനുവരി 11 കൊല്ലം ജില്ലയിലെ കുണ്ട്ര എന്ന സ്ഥലത്തെ എളമ്പന്നൂർ ക്ഷേത്രത്തിൽ വെച്ച് അദ്ദേഹം ജനങ്ങളോട് ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരക്കാൻ ആവശ്യപ്പെട്ടു. അതാണ് ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം. അങ്ങനെ കൊല്ലത്ത് വെച്ചിട്ട് ബ്രിട്ടീഷുകാരും ദളവയുടെ സേനയും ഏറ്റുമുട്ടി. ദളവ പരാജിതനായി. ഇനി ഒരു നിൽക്കക്കളിയില്ല എന്ന് മനസ്സിലായപ്പോൾ 1809 മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് 1809 മാർച്ച് 29 മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ടൈഗറായ കേണൽ ലേഗറാണ് വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തതിൻ്റെ അരിശം കൂടി എങ്ങനെ തീർത്തു വെച്ചാൽ കണ്ണമൂല എന്ന സ്ഥലത്ത് വെച്ച് വേലുത്തമ്പി ദളവയുടെ മൃതദേഹം ബ്രിട്ടീഷുകാർ പബ്ലിക്കായി കെട്ടിത്തൂക്കി. ഇനി ഒരാളും ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദിക്കരുത് എന്ന ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ടായിരുന്നു. ഇംഗ്ലീഷ് സേന വിജയം ഉറപ്പിച്ചതോടെ പാലിയത്തച്ഛൻ ചേരിമാറി. ബാലരാമവർമ്മ രാജാവ് വേലുത്തമ്പി ദളവയെ പദവിയിൽ നിന്നൊക്കെ നീക്കം ചെയ്തു. വേലുത്തമ്പി ദളവയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലെ മണ്ണടിയിലാണ്. കേരള സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ വേലുത്തമ്പി ദളവയുടെ പ്രതിമയുമുണ്ട്. ഇനി വേലുത്തമ്പി ദളവ നൽകിയ സംഭാവനകൾ നമുക്ക് നോക്കാം. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന ഒരു കോടതി സ്ഥാപിച്ചു. അതില്ലാതെ കൊല്ലത്ത് ഹജൂർ കച്ചേരി, അതായത് സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചു. പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കി. പാതിരാമണൽ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ്. പിന്നെ ചങ്ങനാശ്ശേരി, ആലങ്ങോട്,
തലയോലപ്പറമ്പ് തുടങ്ങിയവിടങ്ങൾ ചന്തകൾ സ്ഥാപിച്ചു. ചങ്ങനാശ്ശേരിയിലെ അടിമച്ചന്തയും സ്ഥാപിച്ചു. ആലപ്പുഴ പട്ടണവും തുറമുഖവും സ്ഥാപിച്ചു. അപ്പോൾ വേലുത്തമ്പി ദളവയുടെ സംഭാവനകളാണ്: ഒന്ന്, തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതി സ്ഥാപിച്ചത്. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത്. ഹജൂർ കച്ചേരി പറഞ്ഞാൽ സെക്രട്ടേറിയറ്റ്. പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയത്. ചങ്ങനാശ്ശേരിയിലെ ആലങ്ങോട്, തലയോലപ്പറമ്പ് എന്നിവിടങ്ങളിൽ ചന്തകൾ സ്ഥാപിച്ചത്. ചങ്ങനാശ്ശേരിയിലെ അടിമച്ചന്ത സ്ഥാപിച്ചത്. ആലപ്പുഴ പട്ടണവും തുറമുഖവും സ്ഥാപിച്ചത്. ഇതിനുശേഷം ദളവിയായിരുന്ന വ്യക്തിയാണ് ഉമ്മിണിത്തമ്പി. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ: വിഴിഞ്ഞം തുറമുഖം പുതുക്കിപ്പണിതു. തിരുവിതാംകൂറിലെ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചു. എല്ലാ ജില്ലകളിലും ജയിലുകൾ സ്ഥാപിച്ചു. നീതിന്യായ നിർവഹണത്തിനു വേണ്ടി ഇൻസുവാഫ് കച്ചേരി സ്ഥാപിച്ചു. ബാലരാമപുരം പട്ടണം സ്ഥാപിച്ചു. തിരുവനന്തപുരത്തിനും നെയ്യാറ്റിൻകരയ്ക്കും ഇടയിലാണ്. അവിടെയുള്ള കാട് വെട്ടിത്തെളിച്ച് നെയ്ത്തുകാർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. രാജാവിനെ അനുസ്മരിച്ച് ഈ പ്രദേശത്തിന് ബാലരാമപുരം എന്ന് പേര് നൽകി. അങ്ങനെ ബാലരാമപുരം സ്ഥാപിച്ചതും ഉമ്മിണിത്തമ്പി എന്ന് പറയാം. ഉമ്മിണിത്തമ്പി ദളവയുടെ സംഭാവനകൾ എന്തൊക്കെയാണ്? വിഴിഞ്ഞം തുറമുഖം പുതുക്കിപ്പണിതു. എല്ലാ ജില്ലകളിലും ജയിൽ സ്ഥാപിച്ചു. തിരുവിതാംകൂറിൽ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ചു. അതിൻ്റെ പേര് കാവൽ എന്നാണ്. എല്ലാ ജില്ലകളിലും ജയിൽ സ്ഥാപിച്ചു. ഇൻസുവാഫ് കച്ചേരി, നീതി നിർവഹണത്തിന് വേണ്ടി ഇൻസുവാഫ് കച്ചേരി സ്ഥാപിച്ചു. ഇനി പഠിക്കാനുള്ളത് ആയിരം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയായിരുന്നു. അവർ 1810 മുതൽ 1815 വരെ ഭരിച്ചു. 1810 മുതൽ 1813 വരെ തിരുവിതാംകൂറിൻ്റെ ഡയറക്റ്റ് ഭരണാധികാരിയും. 1813 സ്വാതന്ത്ര്യ തിരുനാൾ ജനിച്ചത് മുതൽ റാണി ഗൗരി ലക്ഷ്മിബായി റീജൻ്റായിട്ടാണ് പിന്നീട് ഭരിച്ചത്. ഏറ്റവും കുറഞ്ഞ കാലം ഭരണത്തിലിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ആയിരം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായി. ഉമ്മിണിത്തമ്പിയെ പദവിയിൽ നിന്ന് നീക്കി ബ്രിട്ടീഷ് റെസിഡൻ്റായ കേണൽ മൺറോയെ ദിവാനായി അദ്ദേഹം നിയമിച്ചു. കാര്യക്കാരൻ്റെ ഉദ്യോഗ പേര് തഹസിൽദാർ എന്നാക്കി. അപ്പോൾ അവരുടെ ഭരണപരിഷ്കാരങ്ങൾ നമുക്ക് നോക്കാം. 1811 സർക്കാർ ദേവസ്വങ്ങളുടെ ഭരണം ഏറ്റെടുത്തു. ഇതെന്തിനാണ് ഏറ്റെടുത്ത് വെച്ചാൽ ദേവസ്വങ്ങളുടെ നടത്തിപ്പിലുള്ള അഴിമതി തടയുന്നതിനാണ് 1811 സർക്കാർ ദേവസ്വങ്ങളുടെ ഭരണം റാണി ഗൗരി ലക്ഷ്മിബായി ഏറ്റെടുത്തത്. 1811 ജില്ലാ കോടതികൾ സ്ഥാപിച്ചു. കേണൽ ജോൺ മൺറോയുടെ സഹായത്തോടെ ധർമ്മശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയിട്ട് ചട്ടവരിയോലകൾ തയ്യാറാക്കി. ഇതാണ് 1811 മുതൽ കോടതികളിൽ ഉപയോഗിച്ചിരുന്ന നിയമ സംഹിത. 1812 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കി. 1814 തിരുവിതാംകൂറിൽ ഹൊസൂർ കോടതികൾ, അതായത് അവ അപ്പീൽ കോടതികൾ സ്ഥാപിച്ചു. ഹൊസൂർ കോടതിയിൽ 5 ജഡ്ജിമാരുണ്ടായിരുന്നു. ദിവാൻ അടക്കം 5 ജഡ്ജിമാരുണ്ടായിരുന്നു. പട്ടയ സമ്പ്രദായം ആരംഭിച്ചു. പക്ഷെ പട്ടയം കൊടുത്തിരുന്നത് ജന്മിമാർക്കായിരുന്നു. ശരിയായ നികുതി തിട്ടപ്പെടുത്താനും ശേഖരിക്കാനുമാണ് ഇത് നടപ്പിലാക്കിയത്. അലോപ്പതി ചികിത്സാ രീതിയും വാക്സിനേഷനും നടപ്പിലാക്കി. പക്ഷേ ആദ്യ വസൂരി വാക്സിനേഷൻ നടന്നത് മലബാറിലാണ്. അത് ഓർത്ത് വയ്ക്കുക. ആദ്യ വസൂരി വാക്സിനേഷൻ നടന്നത് മലബാറിലാണ്. സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി നടപ്പിലാക്കി. ഇത് കേണൽ മൺറോയുടെ സഹായത്തോടെയാണ് നടപ്പിലാക്കിയത്. അപ്പോൾ റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണപരിഷ്കാരങ്ങൾ നോക്കാം. 1811 സർക്കാർ ദേവസ്വങ്ങളുടെ അഴിമതി തടയുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ദേവസ്വങ്ങളുടെ ഭരണം ഏറ്റെടുത്തു. 1811 ജില്ലാ കോടതികൾ സ്ഥാപിച്ചു. തിരഞ്ഞെടുത്ത 5 കേന്ദ്രങ്ങളാണ് സ്ഥാപിച്ചത്. അതായത് പത്മനാഭപുരം, തിരുവനന്തപുരം, ആലുവ, വൈക്കം, മാവേലിക്കര, ഇങ്ങനെ 5 സ്ഥലത്താണ് ജില്ലാ കോടതികൾ സ്ഥാപിച്ചത്. പിന്നെ കേണൽ ജോൺ മൺറോയുടെ സഹായത്തോടുകൂടെ ധർമ്മശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി ചട്ടവരിയോലകൾ, അല്ലെങ്കിൽ അതാണ് നിയമസംഹിത തയ്യാറാക്കി. അതാണ് നിയമസംഹിതയായിട്ട് ഉപയോഗിച്ചു വരുന്നത്. 1812 അടിമക്കച്ചവടം നിർത്തലാക്കി. 1814 തിരുവിതാംകൂറിൽ ഹൊസൂർ കോടതികൾ, അല്ലെങ്കിൽ അപ്പീൽ കോടതികൾ സ്ഥാപിച്ചു. ഹൊസൂർ കോടതികളിൽ ദിവാനടക്കം 5 ജഡ്ജിമാരുണ്ടായിരുന്നു. പട്ടയ സമ്പ്രദായം ആരംഭിച്ചു. ഇത് ജന്മിമാർക്കാണ് കൊടുത്തത്. ഇത് നികുതി തിട്ടപ്പെടുത്താനും ശേഖരിക്കാനുമാണ് ഇങ്ങനെ പട്ടയ സമ്പ്രദായം നടപ്പിലാക്കിയത്. അലോപ്പതി ചികിത്സാ രീതിയും വാക്സിനേഷനും നടപ്പിലാക്കി. സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി നടപ്പിലാക്കി. ആദ്യമായിട്ട് വസൂരി വാക്സിനേഷൻ എടുത്തത് മലബാറിലാണ്. അതും ഓർത്തു വയ്ക്കുക. ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായിക്ക് ശേഷം അധികാരത്തിൽ വന്ന വ്യക്തിയാണ് ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി. അവർ 1815 മുതൽ 1829 വരെ ഭരിച്ചു. സ്വാതി തിരുനാളിൻ്റെ റീജൻ്റായിട്ടാണ് അധികാരമേറ്റത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, റാണി ഗൗരി ലക്ഷ്മിബായി ലാസ്റ്റ് 2 വർഷങ്ങൾ മകനായ സ്വാതി തിരുനാളിൻ്റെ റീജൻ്റായിട്ടാണ് വർക്ക് ചെയ്തത്. അതുപോലെ റാണി ഗൗരി പാർവതിബായി അധികാരം ഏറ്റെടുത്തത് റീജൻ്റായിട്ട് മാത്രമാണ്. വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്ത ഏറ്റവും വലിയ വനിതയാണ് ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി. കോട്ടയത്തെ CMS പ്രസ്, അതല്ലാതെ കൊല്ലത്തെ തേവള്ള കൊട്ടാരത്തിൻ്റെ നിർമ്മാണം,
ലണ്ടൻ മിഷണറി സൊസൈറ്റി നാഗർകോവിൽ പ്രവർത്തനം ആരംഭിച്ചു. ഈ സമയത്തെല്ലാം ഭരണാധികാരിയായിരുന്നു ഉത്രട്ടാതി തിരുനാൾ റാണി ഗൗരി പാർവതിബായി. അവരുടെ പ്രധാന ഭരണപരിഷ്കാരങ്ങൾ നമുക്ക് നോക്കാം. 1. വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കി. കോട്ടയത്തും ആലപ്പുഴയിലും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. ഊഴിയം എന്ന പതിവ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. ഊഴിയം എന്ന് പറഞ്ഞാൽ സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരുന്ന പതിവാണ് ഊഴിയം. സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി CMS അതായത് ചർച്ച് മിഷണറി സൊസൈറ്റിക്ക് മൺറോ തുരുത്ത് വിട്ടുകൊടുത്തു. സ്വർണം വെള്ളി ആഭരണങ്ങൾ അണിയാൻ എല്ലാവർക്കും അനുമതി നൽകി. അത് ധരിക്കുന്നതിനുള്ള അടിയറപ്പണം എന്ന സമ്പ്രദായം ഗൗരി പാർവതിബായി അവസാനിപ്പിച്ചു. കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കി. എല്ലാവർക്കും ഓട് മേയാനുള്ള പെർമിഷൻ കൊടുത്തു. വേളിക്കായലിനെയും കഠിനംകുളം കായലിനെയും ബന്ധിപ്പിക്കുന്ന ജലപാതയായ പാർവതി പുത്തനാർ പണികഴിപ്പിച്ചതും പാർവതിബായാണ്. അപ്പോൾ റാണി ഗൗരി പാർവതിബായിയുടെ ഭരണപരിഷ്കാരങ്ങൾ നോക്കാം. 1. വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കി. കോട്ടയത്തും ആലപ്പുഴയിലും പെൺപള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. ഊഴിയം എന്ന പതിവ് അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. ഊഴിയം എന്ന് പറഞ്ഞാൽ സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരുന്ന പതിവാണ് ഊഴിയം. അത് നിർത്തലാക്കാൻ പാർവതിബായി ശ്രമിച്ചു. സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാൻ വേണ്ടി ചർച്ച് മിഷൻ സൊസൈറ്റിക്ക് മൺറോ തുരുത്ത് വിട്ടുകൊടുത്തു. അത് കൊല്ലം ജില്ലയിലാണുള്ളത്. അടിയറപ്പണം എന്ന സമ്പ്രദായം അവസാനിപ്പിച്ചു. ഈ അടിയറപ്പണം എന്ന് പറഞ്ഞാൽ സ്വർണം വെള്ളി ആഭരണങ്ങൾ ധരിക്കാൻ വേണ്ടി കൊടുക്കുന്ന പണമാണ് അടിയറപ്പണം. കയറ്റുമതി ഇറക്കുമതി ചുങ്കങ്ങൾ നിർത്തലാക്കി. വേളിക്കായലിനെയും കഠിനംകുളം കായലിനെയും ബന്ധിപ്പിക്കുന്ന ജലപാതയായ പാർവതി പുത്തനാർ പണികഴിപ്പിച്ചതും പാർവതിബായാണ്. സ്വാതി തിരുനാൾ 1729 മുതൽ 1846 വരെയാണ് അധികാരത്തിലിരുന്നത്. രാമവർമ്മയാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. തൻ്റെ 16-ാം വയസ്സിലാണ് അദ്ദേഹം ഭരണം ഏറ്റെടുത്തത്. ഗർഭശ്രീമാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സ്വാതി തിരുനാൾ. കാരണം ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ രാജ്യത്തിൻ്റെ അവകാശിയായിരുന്നതിനാലാണ് അദ്ദേഹത്തെ ഗർഭശ്രീമാൻ എന്ന് പറയുന്നത്. ദക്ഷിണ ഭോജൻ, സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തിയാണ് സ്വാതി തിരുനാൾ. സുബ്ബറാവുവാണ് അദ്ദേഹത്തിൻ്റെ ദിവാൻ. തിരുവിതാംകൂറിൻ്റെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടത്തിലാണ്. തിരുവിതാംകൂറിൽ ആദ്യ ഇംഗ്ലീഷ് മലയാളം കലണ്ടർ പുറത്തിറക്കിയത് അദ്ദേഹമാണ്. നിയമകാര്യ വകുപ്പിൽ സ്വാതി തിരുനാളിനെ സഹായിച്ചിരുന്ന വ്യക്തിയാണ് കണ്ടം മേനോൻ. പിന്നെ സ്വാതി തിരുനാളിനെ സഹായിച്ച ബ്രിട്ടീഷ് റെസിഡൻ്റാണ് കല്ലൻ സാഹിബ്. ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവാണ് സ്വാതി തിരുനാൾ. 33-ാം വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. അപ്പോൾ സ്വാതി തിരുനാൾ 1829 മുതൽ 1846 വരെയാണ് ഭരിച്ചത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് രാമവർമ്മയാണ്. ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് സ്വാതി തിരുനാൾ. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ രാജ്യത്തിൻ്റെ അവകാശിയായിരുന്നതിനാലാണ് അദ്ദേഹത്തെ ഗർഭശ്രീമാൻ എന്ന് വിളിക്കുന്നത്. ദക്ഷിണ ഭോജൻ, സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. തിരുവിതാംകൂറിലെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണചക്രമാണ്. സുബ്ബറാവുവാണ് അദ്ദേഹത്തിൻ്റെ ദിവാൻ. സ്വാതി തിരുനാളിനെ സഹായിച്ച ബ്രിട്ടീഷ് റെസിഡൻ്റാണ് കല്ലൻ സാഹിബ്. 33-ാം വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവായിരുന്നു സ്വാതി തിരുനാൾ. ഇനി അദ്ദേഹത്തിൻ്റെ കലയിലുള്ള മികവ് നമുക്ക് നോക്കാം. കേരളീയ സംഗീത കലയുടെ സുവർണ്ണ കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം. കർണാടക സംഗീതത്തിലും വീണവായനയിലും മികച്ച കഴിവുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. 18ഓളം ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. മോഹിനിയാട്ടത്തെയും ഭരതനാട്യത്തെയും പ്രോത്സാഹിപ്പിച്ച വ്യക്തിയാണ്. മോഹിനിയാട്ടത്തിൽ വർണ്ണം, പദം, തില്ലാന എന്നിവ ചേർത്തു. ഭക്തിമഞ്ജരി, കുചേല ഉപാഖ്യാനം, പത്മനാഭ ശതകം, ഉത്സവ വർണ്ണന പ്രബന്ധം, സ്യാനന്ദപുര വർണ്ണപ്രബന്ധം മുതലായവയാണ് പ്രധാന കൃതികൾ. ഏതൊക്കെയാണ്? ഭക്തിമഞ്ജരി, കുചേല ഉപാഖ്യാനം, പത്മനാഭ ശതകം, ഉത്സവ വർണ്ണന പ്രബന്ധം, സ്യാനന്ദപുര വർണ്ണപ്രബന്ധം തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. അദ്ദേഹം ഹിന്ദുസ്ഥാനിയിൽ കൃതികൾ രചിച്ച ആദ്യ കേരളീയൻ കൂടിയാണ് സ്വാതി തിരുനാൾ. സകലകല വല്ലഭൻ എന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ സദസ്സിലെ കവികളായിരുന്നു ഇരയിമ്മൻ തമ്മി, കിളിമാനൂർ വിദ്വാൻ കോയി തമ്പുരാൻ. അതുപോലെ അദ്ദേഹത്തിൻ്റെ സദസ്സിലെ ആസ്ഥാന സംഗീത വിദ്വാൻമാരായിരുന്നു വടിവേലു, ചിന്നയ്യ, പൊന്നയ്യ, ശിവാനന്ദൻ. ഇവരെ തഞ്ചാവൂർ നാൽവർ എന്നാണ് അറിയപ്പെടുന്നത്.
ഓമനത്തിങ്കൾ കിടാവോ എന്നു തുടങ്ങുന്ന വിഖ്യാതമായ താരാട്ടുപാട്ട് എഴുതിയത് രയിമൻ തമ്പിയാണ്. നവരാത്രി ഉത്സവത്തിനോടനുബന്ധിച്ച് 9 ദിവസം നീണ്ടു നിൽക്കുന്ന സംഗീത ഉപാസന പരിപാടി തുടങ്ങിവെച്ചു. അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സ്വാതി തിരുനാളിന്റെ ഓർമ്മയ്ക്കായിട്ട് സ്വാതി തിരുനാൾ സംഗീതോത്സവം ജനുവരിയിൽ അദ്ദേഹം പണികഴിപ്പിച്ച കുതിരമാളികയിൽ എന്നും സംഘടിപ്പിച്ചു പോരുന്നു. അദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരങ്ങൾ: ഹജൂർ കച്ചേരി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി. ശുചീന്ദ്രം കൈമുക്ക് എന്ന ആചാരം നിർത്തലാക്കി. ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറഞ്ഞാൽ തിളച്ച നെയ്യിൽ കൈമുക്കി കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീർപ്പാക്കുന്ന രീതിയാണ് ശുചീന്ദ്രം കൈമുക്ക്. ഈ അനാചാരം അദ്ദേഹം നിർത്തലാക്കി. തിരുവിതാംകൂറിൽ എ കോഡ് ഓഫ് റെഗുലേഷൻസ് എന്ന നിയമസംഹിത പ്രസിദ്ധീകരിച്ചു. പെറ്റി സിവിൽ കേസുകൾ, പോലീസ് കേസുകൾ പരിഗണിക്കാൻ മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചു. 1837 ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാളാണ്. 1834 തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. അതാണ് പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജായി മാറിയത്. ഇംഗ്ലീഷ് ചികിത്സാ രീതിയുടെ ഗുണം പ്രജകളിലേക്ക് എത്തിക്കാൻ സൗജന്യ ആശുപത്രി തുടങ്ങി. എഞ്ചിനീയറിംഗ് വകുപ്പ്, മരാമത്ത് വകുപ്പ്, ജലസേചന വകുപ്പുകൾ സ്ഥാപിച്ചു. 1836 ആദ്യ സെൻസസ് അല്ലെങ്കിൽ കാനേഷുമാരി നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന നിർമ്മിതികൾ: ഒന്ന്, വാന നിരീക്ഷണ കേന്ദ്രം. അത് 1837 തിരുവിതാംകൂറിൽ സ്ഥാപിച്ചു. തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറി, പിന്നെ ഗവൺമെൻറ് പ്രസ് എന്നിവ സ്ഥാപിച്ചു. കുതിരമാളിക സ്ഥാപിച്ചു. പിന്നെ നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചു. വാന നിരീക്ഷണ കേന്ദ്രവും ദൂരദർശിനിയും ചേർന്നാണ് നക്ഷത്ര ബംഗ്ലാവ് എന്നറിയപ്പെടുന്നത്. 1834 ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. അതാണ് പിന്നീട് യൂണിവേഴ്സിറ്റി സ്കൂളായി മാറിയത്. അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ നോക്കാം. ഹജൂർ കച്ചേരി കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി. അതല്ലാതെ മറ്റു സർക്കാർ സ്ഥാപനങ്ങളും കൊല്ലത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി. തിരുവനന്തപുരം ഒരു രാജ്യ തലസ്ഥാനമാക്കി അദ്ദേഹം മാറ്റി. ശുചീന്ദ്രം കൈമുക്ക് എന്ന അനാചാരം നിർത്തലാക്കി. അതായത് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ തിളച്ച നെയ്യിൽ കൈമുക്കി ചെക്ക് ചെയ്യുന്ന പരിപാടിയാണ് ശുചീന്ദ്രം കൈമുക്ക്. ഈ അനാചാരം അദ്ദേഹം നിർത്തലാക്കി. എ കോഡ് ഓഫ് റെഗുലേഷൻസ് എന്ന നിയമസംഹിത പ്രസിദ്ധീകരിച്ചു. പെറ്റി സിവിൽ കേസുകളും പോലീസ് കേസുകളും നോക്കാൻ വേണ്ടിയിട്ട് മുൻസിഫ് കോടതികൾ സ്ഥാപിച്ചു. പിന്നെ ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചു. 1834 ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു. ആ സ്കൂളാണ് പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജായി മാറിയത്. ഇംഗ്ലീഷ് ചികിത്സാ രീതിയുടെ ഗുണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സൗജന്യ ആശുപത്രികൾ തുടങ്ങി. എഞ്ചിനീയറിംഗ് വകുപ്പ്, മരാമത്ത് വകുപ്പ്, ജലസേചന വകുപ്പ് എന്നിവ സ്ഥാപിച്ചു. 1836 കാനേഷുമാരി അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ് നടപ്പിലാക്കി. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന നിർമ്മിതികളാണ്: ഒന്ന്, വാന നിരീക്ഷണ കേന്ദ്രം. രണ്ടാമത്തേത് തിരുവനന്തപുരത്തെ പബ്ലിക് ലൈബ്രറി. അതില്ലാതെ അവിടുത്തെ ഗവൺമെൻറ് പ്രസ്. പിന്നെ കുതിരമാളിക എന്ന ബംഗ്ലാവ്, നക്ഷത്ര ബംഗ്ലാവ് എന്ന വേറൊരു ബംഗ്ലാവ്. അതിൽ വാന നിരീക്ഷണാലയവും ദൂരദർശനിയും ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന നിർമ്മിതികൾ. ഇന്നത്തേക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളേക്ക് കാണാം. ടേക്ക് കെയർ. ബൈ.